ഇത് മുഖ്യമന്ത്രി അമേരിക്കൻ സ്ഥാനപതിക്ക് കൊടുത്ത റൈറ്റാണ്. മുഖ്യമന്ത്രി വഴി ഇത് ഒരുപാട് പീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്പൈസസ് നിറച്ചിട്ട് ഇതിങ്ങനെ ലാമിനേറ്റ് ചെയ്യും. എന്നിട്ട് ഇത് നമുക്ക് ചുമരിൽ ഇങ്ങനെ ചെയ്യാം, പിന്നെ ടേബിളിൽ വെക്കുകയും ചെയ്യും. ചർച്ചാ വിഷയമായൊരു കോഴിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നും കളറിങ് അല്ല. ഇത് ചുവന്നകിൽ, ഇത് വീട്ടി, ഇത് കുമിള്, ഇത് കുമിള്, ഇത് ഈ കണ്ണിൻ്റെ കൃഷ്ണമണി പോലും വീട്ടിയാണ്. നമ്മൾ കളറല്ല കൊടുത്തിട്ടുള്ളത്. കണ്ണിൻ്റെ കൃഷ്ണമണി കാണുന്ന പോലും വീട്ടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ തേക്കന്നെ നാല് കളർ തേക്കാണ്. ഇതിപ്പോൾ വയനാടുള്ളൊരു വീടാണ്. ഇത് തേക്കുന്നത് തേക്ക്, വീട്ടി, കുമിള്, അകില്, തൃക്കടമ്പ്, ഒരുപാട് ഐറ്റംമാരുണ്ട് ഇതിൽ. ഇതാണ് 1013 മീനുകളുള്ള ഒരു ബോർഡ്. ഇത് 8 അടി ഇങ്ങനെയും 6 അടി ഇങ്ങനെ ആയിട്ടുമുണ്ട്. ഇതിൽ വീട്ടി, തേക്ക്, കുമിള്, അകില്, വാഗ, തൃക്കടമ്പ്, മഞ്ഞക്കടമ്പ് 13 തരം മീനുണ്ട്. അതായത് ചീമക്കൊന്നൻ്റെ കാതിൽ വരെ ഇതിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ ചുവന്ന് കാണുന്നത് അകിലാണ്, ചുവന്ന അകില്. ഈ മഞ്ഞായിട്ട് കാണുന്നത് മഞ്ഞക്കടമ്പുണ്ട്, പിന്നെ പ്ലാവുണ്ട്, മഹാഗനി ഉണ്ട്, ഉള്ള തേക്ക്, നിലമ്പൂർ തേക്ക്. ഇത് കൊമ്പ് ഒറിജിനൽ അല്ലേ? കൊമ്പ് ഒറിജിനല്ല. കൊമ്പ് ഞങ്ങൾ അവിടെ പോയിട്ട് വിറ്റ് ചെയ്യാത്. നമ്മൾ ഈ പത്മശ്രീ, പത്മഭൂഷൺ അവാർഡുകളൊക്കെ അല്ലേ, സർട്ടിഫിക്കറ്റ്, ആദ്യം അതൊരു റിബൺ കെട്ടിയിട്ടാണ് കൊടുത്തിരുന്നത്. ഇത് നമ്മൾ 4-5 വർഷമായിട്ട് ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇത്ര വണ്ണം ഉണ്ടാവില്ല. ഇത് ഫസ്റ്റ് പീസ് മുളയല്ലേ? മുള കുറച്ചും കൂടെ വണ്ണം കുറഞ്ഞിട്ടൊരു 2 ഇഞ്ച് അളവിൽ വരുന്ന ഇതിൽ ഇതൊക്കെ പിച്ചളയാണ്. ഇത് തേക്കാണ്. ജീപ്പിന്റെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂരിലാണ് കേട്ടോ. ഒരു 7 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ബിച്ചാവ. മുള മുതൽ തേക്ക് വരെ എന്ത് കൊടുത്താലും നമ്മൾ മനസ്സിൽ കാണുന്ന സാധനം അതേപോലെ പുള്ളി ഉണ്ടാക്കി തരും. അതാണ് പുള്ളിയുടെ പ്രത്യേകത. ഇവിടെ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലൊക്കെ ഒരുപാട് സാധനങ്ങൾ പുള്ളിയുടെ ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യും. ഇതുപോലുള്ള വളരെ കുറച്ച് പേരുണ്ടാവുള്ളൂ. അപ്പോൾ അവരെ നമുക്ക് മറ്റുള്ളവരിലോട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്തിട്ട് ഞാൻ ഈ നിലമ്പൂർ വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക. ബിച്ചാവനെ കാണാം. ബിച്ചാവ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മനോഹരമായി അതിശയിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമസ്കാരം. നമസ്കാരം. നിങ്ങളെ മുടി ഒരു പ്രത്യേക സ്റ്റൈലാണല്ലോ. മുടി അതങ്ങനെ ഒന്നും ചെയ്യാതെ ഇട്ടുകൊണ്ട് അങ്ങനെ തേക്ക് ഈട്ടിയാണ് മെയിൻ പരിപാടി അല്ലേ? അത് മെയിൻ തേക്ക്. പിന്നെ കളറിങ്ങിന് വേണ്ടി നമ്മൾ ഈട്ടി, കുമിള്, അകില്, പ്ലാവ്, അങ്ങനെ കളർ ചേഞ്ചുള്ള എല്ലാ മരങ്ങളും ഉപയോഗിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇത് നിങ്ങളെ വീടാണ്? അല്ല, ഇത് വർഷാപ്പ് പറയുമ്പോൾ ഇത് തറവാട് വീടായിരുന്നു. അപ്പോൾ ഇത് എല്ലാവരും മാറി അപ്പോൾ ഇത് കാലിയൊക്കെ കാണുമ്പോഴത്തേക്ക് വർഷാപ്പ് ആക്കിയതാണ്. ഇവിടെയൊക്കെ പിള്ളേർ ഒക്കെ നിങ്ങൾ അസിസ്റ്റൻസ് ആണ്? പണിയുണ്ടല്ലോ. ഉണ്ട്. വേറെ ഉണ്ട് 2-3 ആളുകളൊക്കെ. അതെ. ഇത് എന്തിനാ വർക്ക് നടക്കണത്? ഇപ്പം ഇത് ഒരു ക്ലോക്കാണ്. നിങ്ങൾ ഇതൊരു പിന്നെ അങ്കൂരെന്ന് അറിയില്ലേ, കപ്പലിൻ്റെ. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പീസ് വരും. ഇതിലാണ് ഡയൽ വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പീസും വരും. പിന്നെ ഇതിൽ ലെറ്ററുകൾ വരും. ഇത് തേക്കാണോ ഫുള്ള്? ഇത് ഫുള്ള് തേക്ക്. ഇത് വീട്ടി. പിന്നെ ഇതിൽ പോളിഷ് ചെയ്യും? പോളിഷ് കളറില്ല. അതെ അതെ. പേപ്പർ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ ഇങ്ങനെ ലെറ്ററുകൾ വരും. ചിലവർക്ക് സ്പാനിഷ് വേണം, ചിലവർക്ക് അക്കങ്ങൾ വേണം, ചിലവർക്ക് ഒരു ഡോട്ടുകൾ മതി. പിന്നെ മെഷീൻ ബാക്കിൽ വെച്ച് കൊടുക്കും. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്ന ക്ലോക്കിൻ്റെ അതിൽ ചെയ്യുന്ന അതേ ഇത് തന്നെ. ടൈം അഡ്ജസ്റ്റ് ചെയ്യുക, ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ. അത് അദാനിൻ്റെ പിന്നെ വീഞ്ഞം അവരെ ഒരു ലോഗോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തു. അതൊരു മറ്റേ കപ്പലിൻ്റെ കണ്ടെയ്നർ ഷിപ്പില്ലേ, കണ്ടെയ്നർ ഷിപ്പിൻ്റെ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്ന ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് അതാകുമ്പോൾ ഇത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് മരത്തിൽ ചെയ്യണം കംപ്ലീറ്റ്. ഈ കണ്ടെയ്നർ എല്ലാം മരത്തിൽ പല പല കളറിലാക്കി ചെയ്യണം. അതിന് അല്ല, തേക്കും വീട്ടി, കുമിള്, അകിൽ, ഇതിലൊരു 6-7 കളറുകൾ ഇതിൽ വരണം. അപ്പോഴേ ഒരു വേറിട്ട് കാണുള്ളൂ. പിന്നെ ഇപ്പോൾ ഇത് ഒരായിട്ടുള്ളത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന മാഷാള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ്. ഇതേ ഷേപ്പ് തന്നെ അങ്ങനെ നിർത്തിയിട്ട്. ഇതൊന്നും തേക്ക് തന്നെ? ഇത് തേക്ക്, ഇത് വീട്ടി. പിന്നെ ഇത് വന്നിട്ട് ഇത് മൊമെൻറ്റോസ്. ഈ വിദ്യാഭ്യാസ വകുപ്പിന് ഗവൺമെന്റ്, ഞാൻ ഗവൺമെന്റിന്റെ തന്നെയാണ്, നമ്മൾ നേരിട്ടല്ല. ഇതൊക്കെ എന്താ മരം? തേക്ക് തേക്ക്. ഇവിടെ ഒരു സാധനം കണ്ടല്ലോ, എന്തത്? ഇത് രണ്ടും
കുന്നംകുളത്തുള്ളൊരു പെർഫ്യൂമിൻ്റെ കടയിലേക്ക് റിസപ്ഷൻ്റെ ബാക്കിൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തേക്ക് പല കളർ ഉണ്ട് പറയുമ്പോൾ ആളുകൾ ചോദിക്കില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതും തേക്കാണ്, ഇത് ബീറ്റിയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ വർക്കിനും ബാക്കിയുണ്ട്. ഇത് രണ്ടും ഒരു കളറായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക അല്ലേ. ഇതിൻ്റെ ഗ്രെയിൻസ് ഉണ്ടോ, അത് പൊടിയായി കിടക്കുന്നതുകൊണ്ടാണ്. ഭയങ്കര ഗ്രെയിൻസ് ഉള്ള മരമാണ് വീറ്റ് തന്നെ. തീരെ ഗ്രെയിൻസ് കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ടില്ല, ഫിനിഷ് ആയിട്ടില്ല. ഇല്ല, ചെറിയൊരു വർക്കും കൂടി ബാക്കിയുണ്ട്. ഇതോ അത് അതുപോലെ തന്നെ മറ്റേ കൊല്ലത്തേക്കുള്ളൊരു ഫർണിച്ചർ ഷോപ്പിൻ്റെ ബോർഡാണ്. ഇതും സെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. ഇത് തേക്കാണ്, വീട്ടി ഫ്രെയിമും തേക്ക്. ഇതതുപോലെ ഒരു മൊമെൻറ്റോസാണ്. ഇതൊന്ന് കൊടുക്കാമല്ലേ. അധികം അങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ടോ, തേക്കിൻ്റെ കണ്ടോ, ഇത്ര കനത്തിൽ ഫുൾ കാതലിൽ. ഇത് വീട്ടിയാണ്. ഇത് ഇവിടെ ഒരു സ്കൂളുണ്ട് പ്രീവിയസ്, പിന്നെ MP വഹാബ് സാറിൻ്റെ ഒരു സ്കൂളുണ്ട്. അവിടെ നിന്ന് നാളെ ഒരു വലിയൊരു ഗസ്റ്റ് വരുന്നുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ണാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊരു കണ്ണാണ്. ഇത് കൃഷ്ണമണി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വലുതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ഈ ഒരു ഹൈറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ ചെയ്ത്. ഇതൊക്കെ തേക്കിലൊക്കെ ആകുമ്പോൾ ഇതിനൊരു കോസ്റ്റ് നല്ല കോസ്റ്റ് വരും. ഇത് റേറ്റ് വരും. പക്ഷേ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധാരണ മൊമെൻറ്റോ ഒരു വർഷം കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോകും. ഇത് നമ്മൾ 2, 3, 4 വർഷം കഴിഞ്ഞിട്ട് ഇതൊന്ന് നെക്സ്റ്റ് ഒന്ന് പേപ്പറിട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നെങ്ങനെ ഇരിക്കുന്നത് അതുപോലെ അതൊന്നും. ഇതൊരു 4-5 തലമുറ കഴിഞ്ഞാലും ഇത് അപ്പന് കിട്ടിയതാണെന്ന് പറഞ്ഞ് മക്കൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മുത്തശ്ശന് കിട്ടിയാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും ഷോക്കേസിൽ. അതാണ് സ്ഥലം ഒന്ന് പറഞ്ഞേ. ഞാൻ നിലമ്പൂരിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം. അത് അടിയമ്പാറ എന്ന് പറഞ്ഞ റോഡിന്, അടിയമ്പാറല്ല സ്ഥലം, ഇവിടുന്ന് അടിയമ്പാറക്ക് ഒരു 4-5 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഒരു ചെറിയൊരു മിനി പിന്നെ പവർ സ്റ്റേഷനൊക്കെ ഉണ്ട് അവിടെ. ഒരു വാട്ടർ വെള്ളത്തിൻ്റെ ഒരു പാറയിൽ കൂടെ ഒരു വെള്ളം വരുന്നൊരു ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അടിയമ്പാറ റോഡ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാം. പിന്നെ ഇവിടേക്ക് പറയാം നമ്പൂരിപ്പെട്ടി എന്നാണ്. ഇതിൻ്റെ പോളിഷ് കഴിഞ്ഞിട്ടില്ല. ശ്രീകൃഷ്ണൻ, ഇത് വീട്ടി തേക്ക്, ഇത് കുമിളാണ്. അപ്പോൾ ഇത് പോളിഷ് ചെയ്യുമ്പോൾ ഇതൊരു നമ്മളൊരു പ്രഭ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത്. ഇത് പോളിഷ് ഒരുപാട് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് പെട്ടെന്ന് സെറ്റ് ചെയ്ത് തന്നത്. അതും ആ ബോർഡും അങ്ങനെ ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ ഇന്നലെ നല്ലൊരു വർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വയനാട് നിന്ന് ഒരു ടീം ഒരു ഫോട്ടോ അയച്ചാണ്, ഒരു വീടിൻ്റെ. അവർക്ക് അതുപോലെ തന്നെ ഒരു വീടിൻ്റെ ഇത് ഞാൻ ചെയ്തു കൊടുത്തു. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വീടുക്കാൻ വർക്ക്ഷോപ്പാണത്. ഇത് തറവാട് വീടായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ ഒരുപാട് ഈ രാഷ്ട്രപതിയൊക്കെ വരുമ്പോൾ പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന മൊമെന്റ്സ് ഉണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത് മുഖ്യമന്ത്രി അമേരിക്കൻ സ്ഥാനപതിക്ക് കൊടുത്ത റൈറ്റാണ്. മുഖ്യമന്ത്രി വഴി ഇത് ഒരുപാട് പീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്പൈസസ് നിറച്ചിട്ട് ഇതിങ്ങനെ ലാമിനേറ്റ് ചെയ്യും. എന്നിട്ട് ഇത് നമുക്ക് ചുമരിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ ടേബിളിൽ വെക്കുകയും ചെയ്യും. പിന്നെ അങ്ങനെ ഒരുപാടുണ്ട് ഇപ്പോൾ സ്റ്റോക്കുകൾ. അതൊരു ക്ലോക്കാണ്. ഇത് നമ്മളെ പിന്നെ മെഷീൻ്റെ കട്ടിംഗ് വീലുണ്ടല്ലോ, മരം കട്ടേന്ന് അതിൻ്റെ വലിയ ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ വെറൈറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു ടൈപ്പാണത് ക്ലോക്കല്ലേ. ഇത് നമ്മളെ കളിക്കാരനല്ലേ, റൊണാൾഡോ. അത് അതൊന്നും എടുത്തത്. അത് വെയിറ്റ് ഉണ്ടോ അതിന്? ഇല്ല, അതൊന്നും. ഇതെന്തിനു വേണ്ടി ചെയ്ത്? ഇത് തേക്ക് തന്നെയാണോ? തേക്ക്. ഇത് തേക്കതിൻ്റെ ഉള്ളിൽ ഒരു LED ലൈറ്റ് വരും. അപ്പോൾ അതിൻ്റെ ഒരു റെഡ് നമുക്ക് ഈ വീട്ടിലൊക്കെ വെക്കാം അല്ലേ? ഇത് ഫുൾ ഫിനിഷ് ആയിട്ടില്ല. അത് നമ്മൾ പാർട്ടി വരുമ്പോഴേ നമ്മളിത് ലാസ്റ്റ് കോട്ട് അടിച്ചിട്ട് കൊടുക്കുള്ളൂ, പൊടിയുള്ളതുകൊണ്ട്. പിന്നെ ഇത് അതുപോലെ തന്നെ മൊമെൻറ്റോസുകൾ കുറേ ഐറ്റം. ഇതിപ്പോൾ എല്ലാവരും ചർച്ചാ വിഷയമായൊരു കോഴിയാണിത്. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നും കളറിങ് അല്ല. ഇത് ചുവന്നകിൽ, ഇത് വീട്ടി, ഇത് കുമിള്, ഇത് ഈ കണ്ണിൻ്റെ കൃഷ്ണമണി പോലും വീട്ടിയാണ്. നമ്മൾ കളറല്ല കൊടുത്തിട്ടുള്ളത്. കണ്ട കൃഷ്ണമണി കാണുന്ന പോലും വീട്ടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ തേക്കന്നെ 4 കളർ തേക്കാണ്. ഇപ്പം നമ്മൾ ആ ബോർഡിൽ കണ്ടെത്താറുമ്പോൾ ഒരു തേക്കാണ് ഇത്. അതിൻ്റെ കുറച്ച് ലൈറ്റ്, ഇത് അതിലും ലൈറ്റ്, അങ്ങനെ 4 ഐറ്റം തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കട്ടിലോ?
അല്ല, ഇത് ഒരു ഞാൻ സ്വന്തത്തിന് ചെയ്ത് തന്നെയാണ്. അത് നമ്മൾ സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ ആകുമ്പോൾ ചെയ്യാൻ കഴിയില്ല. ഇത് ഇങ്ങനെ വലിക്കാം. ഇത് വലിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബെഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ കുഷ്യൻ വന്നിട്ട് ഇരിക്കുമ്പോൾ ഡബിളായിരിക്കും. നമ്മൾ കട്ടിലാക്കുമ്പോൾ അതിങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ ബെഡ് തന്നെയാണ്. അല്ല, ഇത് തേക്കല്ല, തേക്കുണ്ട് ഇതിൽ. ഞാൻ ഇവിടെയുള്ള ബാലൻസ് മനസ്സിൽ അങ്ങനെ ചെയ്താ. അത് തേക്കല്ല. ഇതൊരു സ്പൈസ് ബോക്സാണ്. സ്പൈസിന്റെ ബോക്സ് ആണ്. ഇതിൽ സ്പൈസസ് ഇട്ടിട്ട് ഗസ്റ്റുകൾക്ക് കൊടുക്കാറുണ്ട്. വലിയ വലിയ ഫംഗ്ഷനൊക്കെ പണ്ട് ഒരു പൂ കൊടുത്തിരുന്നത്. അതിന് പകരം ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരുപാട് ബോക്സുകൾ പിന്നെ ഇന്ത്യ ചെയ്തിട്ടുണ്ട്, നമ്മളെ കാളവണ്ടി ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ടൊരു കോമഡി പരിപാടിക്ക് ചെയ്തേ. നമ്മളിങ്ങനെ പൊട്ടിച്ചിരിച്ചിരിക്കുന്ന അങ്ങനെ ചെയ്തതാണ്. പിന്നെ അതുപോലെ ഇത് നിലമ്പൂരിൻ്റെ ഒരു ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു. നിലമ്പൂർ തേക്കിൻ്റെ ലോകത്തിലെ ഏറ്റവും നല്ല തേക്ക് കിട്ടുന്ന നിലമ്പൂരാണ്. അതെ, ആ ക്വാളിറ്റി വേറെ. നിലമ്പൂരിൽ നിന്ന് പെട്ടെന്ന് തേക്കാണ് ഓർമ്മ. ആ തേക്കും വീട്ടിയൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ടിരിക്കുന്നത്. ഈ നിലമ്പൂർ തേക്കിൻ്റെ ഗ്രെയിൻസ് നമ്മൾ ലോകത്ത് എവിടെ പോയാലും അത്ര നല്ല ഗ്രെയിൻസ് കിട്ടില്ല. തേക്കുണ്ട്. ഇപ്പോൾ വർഷത്തിൽ ഞാൻ തിരുവനന്തപുരം ഇവരെ ആർട്ട് ഗാലറിയിൽ സാധനം കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളിത് കളർ ചെയ്താന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കളറിങ് അല്ല, ഇത് നിങ്ങൾ ചുരണ്ടി നോക്കിക്കോളിന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ അവിടെ ചെയ്തു വെച്ച തേക്കുകളുണ്ട്. അതൊരു മഞ്ഞ കളറേ ഉള്ളൂ. ലാസ്റ്റ് അതിൻ്റെ പുറകുവശം അടത്തി കാണിച്ചു കൊടുക്കേണ്ടി വന്നു എനിക്ക്. അത്രയും മാറ്റമുണ്ട്. ഇതിലിവിടെ ഒരു പെന്നും കൂടെ വരും കേട്ടോ സാറേ. ഇവിടെ ഒരു പെന്ന് വരും. ഒരു വീട്ടിൽ ഇവിടെ ഒരു പെന്നും കൂടെ വരും. ഇതൊക്കെ ഈ കുട്ടികൾക്കും ടീച്ചേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് എന്തോ ഒരു ലോഗോ ചെയ്തല്ലേ? അത് മറ്റേ കേരള മഹാസഭൻ്റെ അതൊരു 10-750 പീസ് ചെയ്തിരുന്നു. കേരള മഹാസഭയുടെ ലോഗോ ആണല്ലോ. ഇത് ലോഗോ സെൻറ്ററിൽ. ഇതിൽ വരുന്നത് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത്. ഇതിങ്ങനെ തിരിക്കാം, ടേബിൾ വെക്കുന്നതാണ്. പിന്നെ അവരെ ലോഗോ ഇവിടെ അതിൽ ചെറുതായിട്ട് അതുണ്ട്. ഇത് പിന്നെ അതുപോലെ കേരളീയം പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഒന്നും ഉണ്ടായില്ല, അതിന് മുമ്പത്തെ വർഷം അത് മൊത്തം വർക്ക് നമുക്ക് തന്നെയായിരുന്നു. ഗവൺമെന്റ് വർക്കുകളും വർക്ക് കാര്യങ്ങളൊക്കെയാണ്. അതെ അതെ. ഇത് മെറ്റലാണെന്നോ? അത് നമ്മൾ ചെയ്തതല്ല. അതൊരു ഞാൻ ഈ മൈസൂർ ടീമിന് കൊടുത്തപ്പോൾ അവരെ ഇതിലൊക്കെ അതിലൊരു വാളുണ്ട്, അത് നഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ ഒരു വാള് മരത്തിൽ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ വേണം. അതൊക്കെ ഒരു ലൈറ്റാണ്, നമ്മളെ ബെഡ് ലാമ്പ് പോലെ. അതും ബെഡ് ലാമ്പ് തന്നെ കുറേ പണ്ട് ചെയ്തു വെച്ചേ. ഇതൊക്കെ അതിൽ പെട്ട തന്നെ. ഇതിന് വേണ്ടി ചെയ്തതാണ്. ഇതൊരു പീസോട് ബാലൻസ് തന്നെയാണ്. നമ്മളെ TV ചാനൽ വാർത്ത വായിക്കുന്നവരൊക്കെ പിക്ചർ. പിന്നെ നിങ്ങൾ ശരിക്കും പ്രൊഫഷനായിട്ട് ഇത് പഠിച്ചിട്ടില്ല അല്ലേ? ഇല്ല, പഠിച്ചിട്ടില്ല. അതെ അതെ, അത്രേ ഉള്ളൂ. ഞാൻ പഠിച്ച വേണ്ടി ടൈലറിങ്ങാണ്. ഇത് ചെറുപ്പം പോലെ ചെയ്യും. പക്ഷെ നമ്മൾ പിന്നെ വീട്ടിലിങ്ങനെ വെക്കും. തന്നെ ഒരു ബിസിനസ് എവിടെ ചെയ്യണം എന്നുള്ളതൊന്നും അറിയില്ല. നമ്മളിവിടെ കൊണ്ടുപോവുക വയനാട്, കോഴിക്കോട്, അവിടെയുള്ള ടൂറിസ്റ്റുകൾ വരുന്നത്. അത് ശരിക്കും നമ്മൾ പിന്നെയാണ് തിരുവനന്തപുരം, എറണാകുളമൊക്കെ നമുക്ക് ഇത് ബന്ധപ്പെടാൻ പറ്റി. അതൊക്കെ ഇവർ വയ്യാട്ടോ, UNCC വയ്യാണ്. അവർക്ക് കൊടുത്തതിൻ്റെ ശേഷമാണ് നമുക്ക് പബ്ലിസിറ്റി ആയത്. ഇവിടെ വേറെ ഐറ്റം കൂടെ ഉണ്ട്. അത് കണ്ടില്ല. ഇത് യേശുവിൻ്റെ ഒരു കുരിശുമരനാണ്. ഇത് നിങ്ങൾക്ക് കുറേ അകലെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. മൊബൈൽ കൂടെ നോക്കുമ്പോൾ കിട്ടും. ഇത് കൈ, ഇത് കാല്, ഇത് കിരീടം, മുൾക്കിരീടം, താടി, മുഖം. ഇതിപ്പോ എനിക്ക് അടുത്ത് നിന്നിട്ട് മനസ്സിലാവുള്ള. മൊബൈൽ കൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. കുറേ ഇതൊക്കെ ഓർഡർ പ്രകാരം ചെയ്താണോ? അതല്ലേ. പിന്നെ അതുപോലെ വേറൊരു യേശുണ്ട്. ഇത് അത് പിന്നെ ഒരുവിധം നമുക്ക് അറിയേണ്ട സംഭവം. ഒരു സാധാ രീതിയല്ല. ഇത് എന്താ? ഇത് തേക്കാണോ? ഇത് തേക്ക്. ഇത് പിന്നെ ഇത് നമ്മൾ ഇതിൽ നിന്ന് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കളർ അവർ ആവശ്യപ്പെട്ട ചുമരിന്റെ കളറാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ വീട്ടിലേക്കൊക്കെ വെക്കാൻ വേണ്ടി. അതെ. ഇത് സാധാരണ രീതിയിലുള്ളതല്ല, ഒരു ആലോചിച്ച് നിൽക്കുന്ന. കാരണം ഇങ്ങനെ ദൂരെ നിന്ന് അങ്ങനെ അങ്ങനെ കുട്ടുള്ളത് ദൂരം വേണം. കിളി മരം കൊത്തിയത്. മരം കൊത്തി. ഇത് ഇവിടെ വെച്ച് നമ്മൾ കോളിംഗ് ബെല്ലായിട്ട് അങ്ങനെ ഡബിൾ സൗണ്ട് വരും. ഇതിൻ്റെതല്ല വരുന്നത് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ചെയ്തതാണ്. പിന്നെ അതിൽ കുറേ മാറ്റം വരുത്തി ചെയ്തിട്ടുണ്ട്. ആ പീസ് ഇല്ല ഇവിടെ. പിന്നെ ഇതൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ
നമ്മൾ ഈ പത്മശ്രീ പത്മഭൂഷൺ അവാർഡുകളൊക്കെ അല്ലേ സർട്ടിഫിക്കറ്റ്, ആദ്യം അതൊരു റിബൺ കെട്ടിയിട്ടാണ് കൊടുത്തിരുന്നത്. ഇത് നമ്മൾ 4-5 വർഷമായിട്ട് ഇപ്പൊ ഇത് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇത്ര വണ്ണം ഉണ്ടാവില്ല. ഇത് ഫസ്റ്റ് പീസ് മുള, കുറച്ചും കൂടെ വണ്ണം കുറഞ്ഞിട്ട് ഒരു 2 ഇഞ്ച് അളവിൽ വരുന്ന ഇതൊക്കെ പിച്ചളയാണ്. ഇത് തേക്കാണ്. ഇതിപ്പോൾ ഒരു 15 പീസിന് ഓർഡർ വന്നിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മളിതിങ്ങനെ കൊടുക്കലുണ്ട്. ഇത് കാണുന്നവർക്ക് മനസ്സിലാവും നമ്മളെ മനസ്സിലുള്ള ഐഡിയ എന്താണോ അത് പുള്ളിക്ക് പറഞ്ഞു കൊടുത്താൽ പുള്ളി എന്താണെങ്കിലും ലോകത്തുണ്ടാക്കാൻ പറ്റുന്ന എന്താണെങ്കിലും പുള്ളി ഉണ്ടാക്കി. അതുപോലെ ഇത് ഞാൻ അടുത്ത് പറഞ്ഞ എങ്ങനെയാ വെച്ചാൽ നമ്മളെ പണ്ട് രാജാക്കന്മാര് ദൂത് കൈമാറിയിരുന്നല്ലോ, കുതിരപ്പുറത്ത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ അതാണ് ആ ഒരു ഇതിലാണ് ചെയ്തില്ല. അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് അവാർഡ് കിട്ടി കഴിഞ്ഞാലും ഷോക്കേസിലൊക്കെ വെച്ച് കുറെ കൊല്ലങ്ങൾ അവിടെ നിൽക്കും. മറ്റേതാകുമ്പോ അതായി പോകും. സർട്ടിഫിക്കറ്റ് ഇതിൽ തന്നെ ഇട്ട് സൂക്ഷിക്കാം. അതങ്ങനെയൊന്നുണ്ട്. പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന്റെ മൊമെന്റോ ഡൽഹിയാണത്. അത് പിന്നെ ഒരു കോമ്പറ്റീഷൻ 1300-ഓളം ആൾ പങ്കെടുത്ത. എനിക്ക് 2 ദിവസം മുമ്പാണ് വിവരം കിട്ടിയത്. തിരുവനന്തപുരത്ത് ULCC തന്നെയാണ് അവർ നമുക്ക് വിവരം തരുന്നത്. അങ്ങനെ അത് ചെയ്ത് നമ്മളത് സെലക്ട് ചെയ്ത് ഞാൻ ചെയ്തത് ഏതാന്ന് വെച്ചാൽ പിന്നെ നമ്മളെ അഞ്ചലെഴുത്ത് പെട്ടിയില്ലേ അല്ലെ, അഞ്ചലോട്ടൊക്കെ പണ്ടത്തെ. ഇപ്പോൾ അത് തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരത്തൊക്കെ ആയിട്ട് ഒറിജിനലുണ്ട്. അപ്പോൾ അതിൻ്റെ അതേ രൂപത്തിൽ ഒരു 1-1.5 അടി ഒരു അടി വലിപ്പത്തിൽ ഡോറൊക്കെ തുറക്കാൻ പറ്റുന്ന രീതിയിൽ അവർ എംബിളൊക്കെ ചെയ്തിട്ട് കൊടുത്തു. ഇപ്പം അവരെ സ്ഥിരം മൊമെൻ്റ് ഇതാണ്. അതായത് പോസ്റ്റ് ഓഫീസിൻ്റെ സ്ഥിരം മൊമെൻ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഇതൊന്ന് വലുതാക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ. പണിക്കാരൊക്കെ കുറേ പേരുണ്ട്. ഉണ്ട്. ഇത് ഇതുപോലൊരു ഷവർമൻ്റെ ഒക്കെ ഒരു ഇതിലേക്കുള്ള ഒരു ബോർഡിൻ്റെയാണ്. ഇതിൻ്റെ ഗ്രെയിൻസ് ആണ്. ഇതിപ്പോൾ പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഗ്രെയിൻസ് കണ്ടോ വീട്ടിൻ്റെ, നമ്മൾ വരച്ചെടുത്താൽ മനസ്സിലാവുള്ളൂ. അത്രയും ഇതൊരു ബോർഡിൻ്റെയാണ്. ഇതിൽ അവരെ ഒരു എംബ്ലം വരുന്നുണ്ട്, ഒരു ഷവർമൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അതൊക്കെ കളർ മാറ്റി മാറ്റി ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ ഇതെവിടെ എറണാകുളമോ മറ്റെയാണ് തോന്നുന്നു. അവർക്ക് ഇതൊന്ന് സാമ്പിൾ ചെയ്തിട്ട് 100 പീസ് അവർക്ക് 100-ഓളം ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പീസുകളാണ് ഇത്. ഇത്രയും പീസുകൾ അതേ പറഞ്ഞ ഇത്ര പീസ് ഉണ്ടെന്ന് പറഞ്ഞേ ഈ കവറിലുള്ള. ഫിറ്റ് ആവൂല്ലേ? ഇത് ഉണ്ടാവും. ഇത്ര ചെറിയ പീസ് വരെ നമ്മൾ പോളിഷ് ചെയ്തിട്ടാണ് കയറ്റുക. ഉണ്ടോ? ഇത് ഈ ബോർഡുമൊക്കെ വരേണ്ട സാധനങ്ങളാണ്. ഇത് ഇങ്ങനെ ചിലപ്പോൾ ഇത് നമ്മൾ ഈ വീഡിയോ ആ ടീം കാണുമായിരിക്കും. അപ്പോൾ ഇതുണ്ട്, ഇതിങ്ങനെ വരും. ഇതാണ് അവരുടെ പേര്. ഇത് വന്നിട്ട് ഇതവരെ ഇത് വേറെ കളർ മരം കേട്ടോ. ഇത് വേറെ കളറാണ്, ഇത് വേറെ കളറാണ്. ഇതിങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കത് ഇതൊരു ഈ MB എന്നുള്ളത് അതിൽ നിന്ന് കിട്ടും. ഇതൊരു ഷവർമൻ്റെ ഇതാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇതാണ്. ഇതിങ്ങനെ ഇതുപോലെ ഷവർമ ഇങ്ങനെ വരും. ഇതിപ്പോ ഒരു വലിയ വർക്കൊക്കെ നല്ല പണിയുണ്ടല്ലേ? കുറേ നാളത്തെ പരിപാടി ഉണ്ടല്ലേ? പണിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാതൊരു ബോഡി ചെയ്യുന്നതിലേറെ ഒരുപാട്. ഇത് ശരിക്കും കടഞ്ഞെടുക്കുന്ന മെഷീനാണോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ? ഇത് കൈ കൊണ്ട് ഹാൻഡ് ജിപ്സ് കൊണ്ട് കട്ട് ചെയ്യും. പിന്നെ കടയുന്നത് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ക് ബോട്ടിലൊക്കെ കണ്ടില്ലേ സാർ അവിടെ, അതൊക്കെ അങ്ങനെ കടഞ്ഞെടുക്കും. പിന്നെ പോളിഷ് ചെയ്ത് മണ്ണുകടലാസൊക്കെ ഇട്ട് റെഡിയാക്കണം. ഇത് നമ്മൾ പിന്നെ സാൻഡ് അടിക്കും. ഇപ്പോൾ അവരടിക്കുന്നത് കണ്ടില്ലേ, അതേമാതിരി സാൻഡ് അടിച്ചിട്ട് നമ്മളത് അങ്ങനെ ചെയ്യും. പലതരം മരങ്ങളുണ്ടായാൽ അതിൽ തേക്ക്, വീട്ടി, അങ്ങനെ പലതരം മരങ്ങളുണ്ട്. നിങ്ങൾ ഈ മരങ്ങൾ എടുക്കുന്നത് ഇവിടുത്തെ മില്ലിൽ പോയിട്ട് എടുക്കും. മില്ലിൽ പോയിട്ട് ഇവിടെ വാണിയമ്പലത്ത് വലിയൊരു മില്ലുണ്ട്, നിലമ്പൂരുണ്ട്. നമുക്ക് ആവശ്യമുള്ള മരം നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കണം. അതാണ്. ഇതൊക്കെയാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ കൂടുതൽ സ്റ്റോക്കില്ല. കാരണം ഇങ്ങനെ ഓർഡർ വന്ന് പോകണോണ്ടേ എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല. ഇത് മൈസൂർ ഒരു വീട്ടിലേ ചെയ്തതാണ്. ഫിറ്റിങ് കഴിഞ്ഞില്ല. നമ്മളവിടെ ഫിറ്റ് ചെയ്യേണ്ട ഇതെല്ലാം ആംഗിളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് പോകുന്നതാണ്. ഇനി അതിൻ്റെ വേറെ ഉണ്ട്. ഇത് വേറെ കൊമ്പല്ല ഇതിൻ്റെ ഒറിജിനൽ കൊമ്പ് അവരുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് അത്ര പ്രശ്നമില്ല തോന്നുന്നുണ്ട്. നമ്മൾ കൊമ്പ് അവിടെ പോയിട്ടാണ് വെച്ചത്. പ്രശ്നമാകും. പിന്നെ ഈ കാട്ടിൻ്റെ കൊമ്പും അവരുടെ അടുത്തുള്ളതാണ്. ഇത് ഫുള്ള് മരം തേക്ക്. ഇതിന് മരത്തിന് തന്നെ വന്നിട്ടുണ്ട് 10-38 രൂപ മരത്തിന് മാത്രം. ഇത് 4 ആൾ കൂടിയാൽ പൊക്കാൻ കഴിയില്ല. ഇത് നല്ല സമയത്ത് ഭയങ്കര, അതൊരു മാസത്തിലേറെ എടുത്ത ടൈം. ഇത് ഒരു മാരത്തോൺ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്തൊരു മൊമെൻ്റ് ചെയ്തതാണ്.
അത് ഇന്നലെ കൊണ്ടുപോയി. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ എത്ര ദിവസം എടുക്കും സമയം? അത് ഓരോ വർക്കിനനുസരിച്ചാണ്. ആ പിന്നെ പാർട്ടിൻ്റെ പിന്നെ അവരെ താല്പര്യം അർജൻറ്റാണെങ്കിൽ നമ്മളങ്ങനെ അർജൻറ്റ് ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഇതതുപോലെ നിലമ്പൂർ തേക്കിൻ്റെ ഒരു രൂപത്തിൽ അത് ഇതിൻ്റെ വേറെ ടൈപ്പ്. അത് അങ്ങനെ പുറത്തുനിന്ന് വരുന്നൊരു ഗസ്റ്റാണ്, അയാൾക്ക് കൊടുക്കാൻ നിലമ്പൂരിൻ്റെ ഒരു ഓർമ്മക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. തേക്ക് മരം അതിനൊരു ഷേപ്പ് ഉണ്ട്, തേക്ക് മരത്തിനൊരു ഷേപ്പ് ഉണ്ട്. മരം നിൽക്കുമ്പോൾ മനസ്സിലാവും, അത് മനസ്സിലാവും കഴിഞ്ഞാൽ. മക്കൾ ഒരാൾ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ട്. ആൾ പോളി ഇതെല്ലാം കഴിഞ്ഞു, ഓട്ടോമൊബൈലും കഴിഞ്ഞവൻ. ആൾ ഇതേപോലെ വരക്കും, കുറച്ചെങ്ങനെയുള്ള ഇതിനൊരു താല്പര്യമുള്ള ആളാണ്. രണ്ടാമത്തെ ആൾ പിന്നെ ഇവിടെ PG ചെയ്യാണ്. മൂന്നാമത്തെ മോളാണ്, 10ാം ക്ലാസ്സിലാണ്. 25 വർഷം ഗൾഫിൽ, 25 സൗദിയിലായിരുന്നു. പേര് മുഹമ്മദ് അലി, ഉച്ചാവുന്നറ. ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ വന്നിട്ട് മുഹമ്മദ് അലിയാണ് പേര് എന്നുള്ളത് നാട്ടുകാർക്ക് അറിയാം, അല്ലെങ്കിൽ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒന്നും അറിയില്ല. അങ്ങനെയാണ്. നിലമ്പൂർ ഒന്ന് ചോദിച്ചാലും പേര് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയും, കാരണം ഒരു റയർ പേരായതുകൊണ്ട് അങ്ങനെ അറിയാം. ഓക്കെ, ശരിയാണ്. താങ്ക് യു.